ഹമാസിനെ ഭീകര സംഘടനയെന്ന് വിശേഷിപ്പിച്ച അവതാരകന്റെ പ്രസ്താവന തിരുത്തി BBC മാനേജ്മെന്റ്. ഈ സംഭവം അന്താരാഷ്ട്ര മാധ്യമരംഗത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത്. ജൂൺ 15 നടന്ന ഒരു വാർത്താ പ്രക്ഷേപണത്തിനിടയിലാണ് BBCയുടെ ഒരു അവതാരകൻ ഹമാസിനെ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിച്ചത്. ഈ വാക്ക് ഉപയോഗിച്ചത് തീർത്തും തെറ്റാണെന്നും ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ എക്സിക്യൂട്ടീവ് കംപ്ലയിൻസ് യൂണിറ്റ് വ്യക്തമാക്കി. BBCയുടെ എഡിറ്റോറിയൽ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ ഈ നിലപാട് സംഘടനകളെ ഭീകര എന്ന മുദ്ര ചാർത്തി അഭിസംബോധന ചെയ്യുന്നത് ഒഴിവാക്കണമെന്നാണ് BBC പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നത്. കൃത്യതയും നിഷ്പക്ഷതയും ഉറപ്പാക്കാൻ ഇത്തരം സംഘടനകളെ മറ്റുള്ളവർ അല്ലെങ്കിൽ മൂന്നാം കക്ഷികൾ അങ്ങനെ വിളിക്കണം എന്ന രീതിയിൽ മാത്രമാണ് പരാമർശിക്കണമെന്നും BBC വ്യക്തമാക്കുന്നു. ഈ സംഭവത്തിന് പിന്നാലെ BBCക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. സാമൂഹിക മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലും BBCയുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തുള്ള വിമർശനങ്ങൾ ശക്തമായി. അവതാരകന്റെ പേര് ഇതുവരെ വെളിപ്പെടുത്താത്തത് കൂടുതൽ വിവാദങ്ങൾക്കും കാരണമായി. BBC മാനേജ്മെന്റ് ന്യൂസ് ടീമുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ തിരുത്തൽ പ്രസ്താവന ഇറക്കിയത്. ഹമാസിനെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായിരിക്കുകയാണ്. ചിലർ BBCയുടെ നയത്തെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ ഇത് നിഷ്പക്ഷതയുടെ പേരിൽ സത്യത്തെ മറച്ചുവെക്കുന്നതാണെന്നും വാദിക്കുന്നു. ഇതിനിടെ മറ്റൊരു പ്രധാന വാർത്ത, ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ലോകമെമ്പാടും പ്രതിഷേധത്തിന്റെ തിരമാലകൾ സൃഷ്ടിക്കുന്നു. UN സുരക്ഷാ കൗൺസിലിനെ ശക്തമായി വിമർശിച്ച് UAEയും രംഗത്തെത്തി. ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ നടപടിയെടുക്കാത്തതാണ് UAEയുടെ വിമർശനം. ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണം സ്ഫോടനാത്മകമായ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുന്നുവെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് UN സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിൽ പറഞ്ഞു. സെപ്റ്റംബർ 9 ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന ഈ ആക്രമണം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഹമാസ് ഉദ്യോഗസ്ഥർ ഒത്തുകൂടിയ കെട്ടിടത്തെയാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചത്. 15 ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ 10ലധികം പ്രിസിഷൻ ബോംബുകൾ പ്രയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണത്തിൽ ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഹമാസിന്റെ മുതിർന്ന നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകനും ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഡോക്ടർ ഗർഗാഷ് കൂടുതൽ വിശദമാക്കി പറയുന്നു, UN ചാർട്ടറിന്റെ അടിസ്ഥാന തത്വങ്ങൾ ആവർത്തിച്ച് ലംഘിക്കുന്ന ഇസ്രായേലിനെതിരെ നിർണായക നടപടികൾ എടുക്കുന്നതിൽ കൗൺസിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പുതിയ ആക്രമണം കൂടുതൽ അക്രമവും തീവ്രവാദവും അരാജകത്വവും വളർത്തുന്നു. മേഖലയുടെ സമാധാനത്തിന് വെടിനിർത്തലും ചർച്ചകളും ആവശ്യമുള്ള ഈ വേളയിൽ ഇത് ശരിയല്ലെന്നും ഫലസ്തീന്റെ ഭൂമി പിടിച്ചെടുക്കുമെന്ന ഭീഷണികളും അയൽ രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളും ശാശ്വത സമാധാനത്തിനുള്ള ശ്രമങ്ങളെ തകർക്കുകയും മേഖലയുടെ സ്ഥിരതയെ അപകടത്തിലാക്കുകയും ചെയ്യും. ഈ സംഭവങ്ങൾ മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിലെ പിരിമുറുക്കങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്.